വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണോ ചേച്ചി ഈ പൂവും പൊക്കി പിടിച്ച് വരേണ്ടതെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഈ വീഡിയോ എടുത്തു വെച്ച കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി. മറവി പിന്നെ കൂടപ്പറപ്പാണല്ലോ. അപ്പോൾ ഈ പൂവ് എനിക്ക് തന്നത് വേറെ ആരല്ല, എൻ്റെ കെട്ടിയവനാണ്. ഒരെണ്ണം എനിക്കും ഒരെണ്ണം എൻ്റെ കുഞ്ഞുമോൾക്കും. തല്ലുണ്ടാവണ്ടെന്ന് കരുതിയിട്ട് പാവം മനുഷ്യൻ 2 പൂവ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ആദ്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഈ പൂവിനെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് കളയാൻ തോന്നിയില്ല. 4 വർഷത്തിൻ്റെ ഇടയിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. സോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് റെസിൻ വെച്ചിട്ട് സംഭവത്തിനൊന്ന് പ്രിസർവേറ്റീവ് ചെയ്ത് കുറച്ച് കുട്ടപ്പനാക്കി എടുക്കാം. അതാണ് എൻ്റെ മനസ്സിലുണ്ടായത്. റെസിൻ എടുത്ത സമയത്ത് ഇത് കട്ടയായിട്ടുണ്ടാകുമോ എന്നാണ് ഫസ്റ്റത്തെ നിങ്ങൾ. കാരണം ലാസ്റ്റ് ഞാൻ ഈ റെസിൻ യൂസ് ചെയ്തത് 2024 കേട്ടോ. സംഭവം കട്ടിയൊന്നായിട്ടില്ല, നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2:1 എന്ന റേഷ്യോയിൽ റെസിനൊക്കെ എടുത്ത് ഒരു 10-15 മിനിറ്റ് കുത്തിയിരുന്ന് കലക്കി സ്ലോവിൽ കലക്കണം കേട്ടോ, വല്ലാണ്ട് സ്പീഡ് കൂട്ടരുത്. സംഭവം അതേ ക്ലിയർ ആക്കി എടുത്ത് നമ്മുടെ പൂവിനെ ഒന്ന് മുക്കി, അതായത് ആ പൂവിൻ്റെ ഉള്ളിൽ ഈ റെസിൻ്റെ എല്ലാ ലിക്വിഡും എത്തണം, എന്നാലാണ് ആ പൂവ് കേടുകൂടാണ്ടിരിക്കുള്ളൂ. അങ്ങനെ തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗോൾഡൻ പേപ്പറും ബീഡ്സൊക്കെ വെച്ച് സംഭവം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണാനൊരു ലുക്കൊക്കെയില്ലേ. അപ്പോൾ ആളെന്തായാലും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഈ സംഭവം കാണിച്ചു കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ കണ്ട് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ ആൾക്കും ഇഷ്ടമായി, ഈ ലുക്ക് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലോ എന്നുള്ളത് കമൻറ്റിൽ പറയണം. കൂടാതെ നിങ്ങൾക്ക് കിട്ടിയ വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റൊക്കെ എന്താ ചെയ്തതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. കുറേ ദിവസം മുമ്പ് ഇടേണ്ടതായിരുന്നു, ഇപ്പോഴാണ് പറ്റിയത്. പക്ഷെ എടുത്തു വെച്ച സ്ഥിതിക്ക് ഇടാണ്ടിരിക്കുന്നത് മോശമല്ലേ, അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ബൈ.